വിജയകസര ട്രോഫിയിൽ കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനെതിരെ ത്രസിപ്പിക്കുന്ന വിജയം നേടിയതിന്റെ ആവേശത്തിൽ കേരളം അഞ്ചാം അംഗത്തിന് നാളെ ഇറങ്ങുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ കേരളത്തിന്റെ എതിരാളികൾ ജാർഖണ്ഡാണ്. ഈ ഒരു മത്സരം ഉൾപ്പെടെ കേരളത്തിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 മത്സരങ്ങൾ മാത്രമാണ് കളിക്കാൻ ബാക്കിയുള്ളത്. നിലവിൽ 4 മത്സരങ്ങളിൽ 2 വിജയം മാത്രമുള്ള കേരളത്തിന് എല്ലാ മത്സരത്തിലെയും ഫലം നിർണായകമാണ്. പ്രതീക്ഷ നിലനിർത്താൻ കേരളത്തിന് ഈ ഒരു മത്സരത്തിൽ വിജയം ആവശ്യമാണ്. പോയിന്റ് ടേബിളിൽ 3 മത്സരങ്ങൾ വിജയിച്ച ജാർഖണ്ഡ് 12 പോയിന്റുമായി 3-ാം സ്ഥാനത്തും 8 പോയിന്റുള്ള കേരളം 4-ാം സ്ഥാനത്തുമാണ്. ശക്തരായ ജാർഖണ്ഡിനെതിരെ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമാണ് കേരളത്തിന് വിജയിക്കാൻ കഴിയൂ. ഇതുവരെ കേരളത്തിന് ജാർഖണ്ഡിനെതിരെ ഒരു വിജയം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇരു ടീമുകളും പരസ്പരം നേരിട്ട മത്സരങ്ങളിൽ ജാർഖണ്ഡിനായിരുന്നു വിജയം. ജാർഖണ്ഡിനെതിരെ ഒരു വിജയം തേടിയാണ് കേരളം ഈ ഒരു മത്സരത്തിന് ഇറങ്ങുന്നത്. കഴിഞ്ഞ 5 മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ ജാർഖണ്ഡ് 4 മത്സരങ്ങളിൽ ജയിക്കുകയും 1 തോൽവിയും മാത്രമാണ് അവർക്കുള്ളത്. കേരളത്തിന് 2 തോൽവിയും 3 ജയവും മാത്രമാണ് ഉള്ളത്. സഞ്ജു സാംസൺ ജാർഖണ്ഡിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ജാർഖണ്ഡിന്റെ ക്യാപ്റ്റനായ ഇഷാൻ കിഷൻ നാളത്തെ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല. ഇതോടെ സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ പോരാട്ടം ആരാധകർക്ക് നഷ്ടമാകും.